Hi students, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് കോംപ്ലക്സ് നമ്പറിന്റെ ബേസിക് ഓൾജിബ്രൈക് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞ സെക്ഷനകത്ത് നിന്ന് വരുന്ന ബാക്കി കോംപ്ലക്സ് നമ്പറിന്റെ 2-3 പ്രോപ്പർട്ടീസ് ആണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ഒരു കോംപ്ലക്സ് നമ്പറിന്റെ അഡിറ്റീവ് ഐഡന്റിറ്റി ഏതാണ്, കോംപ്ലക്സ് നമ്പറിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി ഏതാണ്. ഇസഡ് എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പർ, ആ കോംപ്ലക്സ് നമ്പറിന്റെ അഡിറ്റീവ് ഐഡന്റിറ്റിയെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് 0,0 0 എന്നാണ് എടുക്കുന്നത്. അത് ഓർഡേഡ് പേർ 0,0 ആയിരിക്കും. അതിനെ നമ്മൾ 0+0i എന്നാണ് ഒരു കോംപ്ലക്സ് നമ്പറിന്റെ അഡിറ്റീവ് ഐഡന്റിറ്റി ഡിനോട്ട് ചെയ്യുന്നത്. ഒരു കോംപ്ലക്സ് നമ്പറിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി നമ്മൾ 1 എന്നാണ് എടുക്കുന്നത്. 1 എന്ന് വെച്ചാൽ ഓർഡേഡ് പേർ 1,0 ആയിരിക്കും. അതായത് 1+0i, ഇതാണ് കോംപ്ലക്സ് നമ്പറിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുന്നത്. അവിടെ ഇസഡ് എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പറിനോടുകൂടി അതിന്റെ അഡിറ്റീവ് ഐഡന്റിറ്റി ആയ 0 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ട് ആയിട്ട് ആ കോംപ്ലക്സ് നമ്പർ തന്നെ ആയിരിക്കും കിട്ടുന്നത്. അതേപോലെ ഇസഡ് എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിന്റെ അതിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആ കോംപ്ലക്സ് നമ്പർ തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ അവിടെ അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുന്നത് 0,0, മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി എന്നത് 1,0 ആയിരിക്കും. രണ്ട് പ്രോപ്പർട്ടി മനസ്സിലായല്ലോ. അപ്പം ഏതൊരു കോംപ്ലക്സ് നമ്പറിനോടുകൂടും അതിന്റെ അഡിറ്റീവ് ഐഡന്റിറ്റി 0+0i ആഡ് ചെയ്താൽ ആ കോംപ്ലക്സ് നമ്പർ തന്നെ ആയിരിക്കും റിസൾട്ട് കിട്ടുന്നത്. ഏതൊരു കോംപ്ലക്സ് നമ്പറിനെയും അതിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി 1+0i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആ കോംപ്ലക്സ് നമ്പർ തന്നെ ആയിരിക്കും റിസൾട്ട് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, ഇനി അടുത്ത പ്രോപ്പർട്ടി ഇസഡ് എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ്. ഇസഡ് എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിന്റെ അഡിറ്റീവ് ഇൻവേഴ്സിനെ നമ്മൾ -z എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. -z എന്ന് പറഞ്ഞാൽ -xa, -y ആയിരിക്കും. അപ്പം ഇസഡ് എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറും അതിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് -z കൂടെ ആഡ് ചെയ്താൽ നമുക്ക് റിസൾട്ട് എന്ത് കിട്ടണം? അഡിറ്റീവ് ഐഡന്റിറ്റി 0 ആയിരിക്കും കിട്ടുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. ലെറ്റ് ഇസഡ് എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പറിനെ നമ്മൾ 1+2i എന്ന് എടുക്കുന്നു. അപ്പം അതിന്റെ അഡിറ്റീവ് ഇൻവേഴ്സിനെ നമ്മൾ -z എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. റിയൽ പാർട്ട് 1 അത് -1 ആവുന്നു, ഇമാജിനറി പാർട്ട് 2i അത് -2a ആവുന്നു. അപ്പം ഈ രണ്ട് കോംപ്ലക്സ് നമ്പർ ആഡ് ചെയ്താൽ ഇസഡും -z കൂടെ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ റിയൽ പാർട്ട് സെപ്പറേറ്റ് ആഡ് ചെയ്യുന്നു. ഇവിടുത്തെ റിയൽ പാർട്ട് 1ഉം -1 ആണ്, ആഡ് ചെയ്യുമ്പോൾ റിസൾട്ട് 0 ആണ്. ഇമാജിനറി പാർട്ട് 2iയും -2iയും കൂടെ ആഡ് ചെയ്യുമ്പോഴും 0. അപ്പോൾ ഇസഡും -z കൂടെ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 0+0i, അതായത് 0,0 എന്ന് പറയുന്ന അഡിറ്റീവ് ഐഡന്റിറ്റി ആയിരിക്കും കിട്ടുന്നത്. അപ്പം ഏതൊരു കോംപ്ലക്സ് നമ്പറിനെയും നമ്മൾ അതിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് കൊണ്ട് ആഡ് ചെയ്താൽ കിട്ടുന്ന അഡിറ്റീവ് ഇൻവേഴ്സ് കൊണ്ട് ആഡ് ചെയ്താൽ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്? അഡിറ്റീവ് ഐഡന്റിറ്റി ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇസഡ് എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് -z ആയിരിക്കും. എന്ത് ചെയ്താൽ മതി? ഇസഡ് എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് കിട്ടാൻ വേണ്ടി റിയൽ പാർട്ടിന്റെ സൈനും ചേഞ്ച് ചെയ്യണം, ഇമാജിനറി പാർട്ടിന്റെ സൈനും ചേഞ്ച് ചെയ്യണം. അപ്പം ഇസഡ് എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പർ അത് x,y ആണെങ്കിൽ അതിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് -z നമ്മൾ എങ്ങനെ എഴുതും? -z ഈക്വൽ ടു -xa, -y എന്ന് എഴുതും. അല്ല, ഇസഡ് എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ -xa, -y ആണെങ്കിലോ അതിന്റെ അഡിറ്റീവ് ഇൻവേഴ്സിനെ നമ്മൾ -z ഈക്വൽ ടു -xനെ x ആകും, -y y ആവും. ഓക്കെ, റിയൽ പാർട്ടിന്റെയും ഇമാജിനറി പാർട്ടിന്റെയും സൈൻ ചേഞ്ച് ചെയ്താൽ നമുക്ക് അതിന് അഡിറ്റീവ് ഇൻവേഴ്സ് കിട്ടും. ഇനി ഇസഡ് എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ -xa, y ആണെങ്കിലോ അങ്ങനെയാണെങ്കിൽ അതിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് -z ഈക്വൽ ടു xa, -y വരും. അതായത് റിയൽ പാർട്ടിന്റെ സൈനും ചേഞ്ച് ചെയ്യണം, ഇമാജിനറി പാർട്ടിന്റെ സൈനും ചേഞ്ച് ചെയ്താൽ അഡിറ്റീവ് ഇൻവേഴ്സ് കിട്ടുന്നു. ഓക്കെ ആണല്ലോ. ഇനി ഇസഡ് എന്ന് പറയുന്ന, അപ്പോൾ ഇനി ഒരു കാര്യം ഓർക്കണം, ഇസഡ് എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പർ ഉണ്ടെങ്കിൽ അതിന് ഒരേ ഒരു അഡിറ്റീവ് ഇൻവേഴ്സ് ഉണ്ടായിരിക്കത്തുള്ളൂ. അതായത് ഇസഡ് ഈക്വൽ ടു x, y ഒരു കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ അതിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് -z എന്ന് പറയുന്നത് എന്തായിരിക്കും? -xa, -y മാത്രമായിരിക്കും. വേറൊരു കോംപ്ലക്സ് നമ്പർ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കത്തില്ല. ഒരു എക്സാമ്പിൾ, ഇസഡ് ഈക്വൽ ടു 2+3i ഒരു കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ അതിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? -2, -3i ആയിരിക്കും. വേറൊരു അഡിറ്റീവ് ഇൻവേഴ്സും ഈ ഇസഡ് എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിന് കാണത്തില്ല. അല്ല, വേറൊരു എക്സാമ്പിൾ, ഇസഡ് എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പർ -3+9i എടുത്താൽ അതിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് -z എത്രയായിരിക്കും വരുന്നത്? 3 - 9i ആയിരിക്കും. ഈ ഇസഡ് എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് ഇതായിരിക്കും വരുന്നത്. വേറെ ഒരു കോംപ്ലക്സ് നമ്പർ പോലും അഡിറ്റീവ് ഇൻവേഴ്സ് ആയിട്ട് വരത്തില്ല. ഓക്കെ, ഇനി അടുത്തത് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. അടുത്ത നാലാമത്തെ പ്രോപ്പർട്ടി മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. ഇസഡ് എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ അതിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് z⁻⁻1 എന്നാണ്.
ഇസഡ് എന്ന് പറഞ്ഞ കോംപ്ലക്സ് നമ്പറും അതിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന റിസൾട്ട് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി 1,0 ആയിരിക്കും. അപ്പം ഇസഡ് എന്ന് പറഞ്ഞ കോംപ്ലക്സ് നമ്പറിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് Z⁻⁻1 ആയിരിക്കും. അപ്പോൾ കോംപ്ലക്സ് നമ്പറും അതിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന റിസൾട്ട് 1 ആയിരിക്കും. 1 എന്ന് പറഞ്ഞാൽ 1,0 ആയിരിക്കും. അവിടെ Z⁻⁻1 എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിനെ നമുക്ക് 1/Z എന്ന് ഡിനോട്ട് ചെയ്യാം. അപ്പം ഇസഡ് എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ x+iy ആണെങ്കിൽ അതിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് Z⁻⁻1 നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് 1/x+y എന്നായിരിക്കും. അപ്പം ഒരു കോംപ്ലക്സ് നമ്പർ ഉണ്ടെങ്കിൽ ആ കോംപ്ലക്സ് നമ്പറിൻ്റെ റെസിപ്രോക്കൽ ആയിരിക്കും അതിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത്. ഇസഡ് എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് 1/z ആയിരിക്കും ആ ഇസഡ് എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി രണ്ട് കോംപ്ലക്സ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ 1 കിട്ടുമെങ്കിൽ ആ റിസൾട്ട് നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കുന്നു? ഇസഡ് എന്ന എക്സ് കോമ വൈ എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പർ അതിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് നമ്മൾ u,v എന്നെടുത്താൽ xy ഇൻറ്റു u,v ഈക്വൽ ടു എന്തായിരിക്കും? 1,0 ആയിരിക്കും. നമ്മൾ പഠിച്ച രണ്ട് കോംപ്ലക്സ് നമ്പറിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ്റെ പ്രോപ്പർട്ടി അനുസരിച്ച് ഇതിനെ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു? x ഇൻറ്റു യു വരും. ആദ്യത്തേത് x1 x2 അല്ലേ, അപ്പോൾ x ഇൻറ്റു യു മൈനസ് y1 y2 അല്ലേ, അപ്പോൾ yv വരും. x ഇൻറ്റു യു x1 x2 മൈനസ് y1 y2 കോമ അടുത്ത എന്ത് വരും? x1 y2 വരും. അപ്പം xv വരും പ്ലസ് എന്ത് വരും? y1 x2 വരും, അതായത് yu വരും. ഇതാണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ്റെ പ്രോപ്പർട്ടി. അതായത് x1 x2 അല്ല x1 y1 ഇൻറ്റു x2 y2 ഈ രണ്ട് കോംപ്ലക്സ് നമ്പർ അല്ലേ, ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന റിസൾട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്താണ് റിസൾട്ട്? ഓർഡേർഡ് പെയർ x1 x2 മൈനസ് y1 y2 കോമ എന്ത് വരും? x1 y2 വരും പ്ലസ് എന്ത് വരും? y1 x2 വരും. ഈ പ്രോപ്പർട്ടി അനുസരിച്ച് ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാൻ സാധിക്കും. അപ്പം ഇവിടെ ഈ കോംപ്ലക്സ് നമ്പർ ആർക്ക് ഈക്വൽ ആണ്? രണ്ട് കോംപ്ലക്സ് നമ്പർ പ്രോഡക്റ്റ് എടുത്താൽ 1,0 ഒന്ന് മറ്റൊന്നിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണെങ്കിൽ അതേ ഈക്വൽ ടു 1,0 ആയിരിക്കും. അപ്പോൾ റിയൽ പാർട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് റിസൾട്ട് കിട്ടും? xu മൈനസ് yv ഈക്വൽ ടു 1 കിട്ടും. ഇമാജിനറി പാർട്ട് ഇക്വേറ്റ് ചെയ്തല്ലോ xv പ്ലസ് yu ഈക്വൽ ടു 0 കിട്ടും. ഓക്കെ, ഇനി ഇവിടെ ഇസഡ് ഇൻവേഴ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇസഡ് ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ കോംപ്ലക്സ് നമ്പറിൻ്റെ അടുത്ത ഒരു ചെറിയ പ്രോപ്പർട്ടിയും കൂടെ പഠിക്കാനുണ്ട്, കോംപ്ലക്സ് കോഞ്ചുഗേറ്റ്. ഓക്കെ, കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞാൽ നോക്കിയാട്ടെ, ഇസഡ് ഈക്വൽ ടു x+iy എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ, ആ കോംപ്ലക്സ് നമ്പറിൻ്റെ കോഞ്ചുഗേറ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ഇസഡ് ബാർ എന്നോ അല്ലെങ്കിൽ ഇസഡ് സ്റ്റാർ എന്നോ ആയിരിക്കും കോംപ്ലക്സ് കോഞ്ചുഗേറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പം ഇസഡ് ഈക്വൽ ടു x+iy ആണെങ്കിൽ അതിൻ്റെ കോഞ്ചുഗേറ്റ് x-iy ആയിരിക്കും. x+iy കോഞ്ചുഗേറ്റ് x-iy ആയിരിക്കും. അല്ല തിരിച്ച് ഇസഡ് ഈക്വൽ ടു x-iy ആണെങ്കിൽ അതിൻ്റെ കോഞ്ചുഗേറ്റ് എങ്ങനെ ഡിനോട്ട് ചെയ്യും? അതിൻ്റെ കോഞ്ചുഗേറ്റിനെ x+iy എന്ന് ഡിനോട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് കിട്ടാൻ വേണ്ടി +i ആണെങ്കിൽ +i മാറ്റി -i കൊടുത്താൽ കോഞ്ചുഗേറ്റോ, അല്ലെങ്കിൽ -i ആണെങ്കിൽ അത് മാറ്റി +i കൊടുത്താൽ കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് കിട്ടും. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് ഇസഡ് ഇൻവേഴ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. ഇസഡ് ഇൻറ്റു ഇസഡ് ഇൻവേഴ്സ് ഈക്വൽ ടു 1 ആണ്. അപ്പം എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുന്നത് നോക്കാം. രണ്ട് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് അങ്ങ് പഠിപ്പിച്ചു തരാം. നോക്കിയാട്ടെ, പ്രൂവ് ദാറ്റ് ഇസഡ് ഇൻറ്റു ഇസഡ് ഇൻവേഴ്സ് ഈക്വൽ ടു 1 കിട്ടാൻ ഇസഡ് എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിനെ നമ്മൾ x+iy എന്നെടുക്കുന്നു. അതിൻ്റെ കോഞ്ചുഗേറ്റ് ഇസഡ് ഇൻവേഴ്സിനെ നമ്മൾ 1/x+iy എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ശരിയാണോ? എക്സും x+iy x+iy ക്യാൻസൽ ആകുമ്പോൾ നമുക്ക് റിസൾട്ട് എത്ര കിട്ടും? 1 കിട്ടും. ഓക്കെ ആണല്ലോ. ഇനി ഇസഡ് ഇൻവേഴ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇസഡ് ഇൻവേഴ്സ് ഈക്വൽ ടു 1/z ആണ്. 1/z എന്ന് പറഞ്ഞാൽ എന്താണ്? 1/x+iy ആണ്. ഇവിടെ കാണിക്കാമേ, 1/z എന്ന് പറഞ്ഞാൽ 1/x+iy ആണ്. ഇനി ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ ഡിവിഷൻ നമ്മൾ ഇനി വരുന്നുണ്ട്, അന്നേരം കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പം ജസ്റ്റ് ഈ ഒരു പ്രോബ്ലത്തിന് മാത്രം ഈ ഒരു പ്രോപ്പർട്ടി കേൾക്കുക. ഇവിടെ x+iy അല്ലേ വന്നേ. ഇപ്പം നമ്മൾ കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് പഠിച്ചു. കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് അനുസരിച്ച് x+iy കോഞ്ചുഗേറ്റിനെ നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? x-iy എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പം ആ കോഞ്ചുഗേറ്റ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? താഴെയും മുകളിലും മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ആ കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, ന്യൂമറേറ്റർ 1 ഇൻറ്റു x-iy അത് എന്ത് തന്നെ വരും? x-iy തന്നെ വരും. ഡിനോമിനേറ്റർ നോക്കിയേ, x+iy ഇൻറ്റു x-iy എന്ന് പറയുന്നത് ഏത് പ്രോപ്പർട്ടി പോലെയാണ്? a+b ഇൻറ്റു a-b പോലാണ്. a+b ഇൻറ്റു a-b നമ്മൾ എങ്ങനെ മാറ്റി എഴുതും? a² - b² എന്ന് മാറ്റി എഴുതും.
ഇവിടെ എയുടെ സ്ഥാനത്ത് ആരാ കിടക്കുന്നത്? എയുടെ സ്ഥാനത്ത് എക്സും ബിയുടെ സ്ഥാനത്തോ ബിയുടെ സ്ഥാനത്ത് ഐ വൈയുമാണ്. അപ്പം എ സ്ക്വയർഡ് എന്ന് പറഞ്ഞത് എക്സ് സ്ക്വയർഡ് വരും, മൈനസ് ബി സ്ക്വയർഡ് എന്ന് പറഞ്ഞാൽ എന്തായിട്ട് മാറും? ഐ വൈയുടെ സ്ക്വയറാവും. അപ്പം എക്സ് സ്ക്വയർഡ് മൈനസ് ഐ സ്ക്വയർഡ് വൈ സ്ക്വയർഡ് ആവും അല്ലേ. ഐ സ്ക്വയർഡിന്റെ വില എത്രയാണ്? ഐ സ്ക്വയർഡിന്റെ വില -1 ആണ്. ആ -1 ഇവിടെ കൊടുക്കുമ്പോൾ നടുക്കത്തെ സിമ്പിൾ എന്തായിട്ട് മാറും? പ്ലസ് ആവും. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർഡ് പ്ലസ് വൈ സ്ക്വയർഡ്. ഡിനോമിനേറ്റർ ഇതാണ്ട് എക്സ് സ്ക്വയർഡ് പ്ലസ് വൈ സ്ക്വയർഡ് എന്നാവും. ഇതിനെ നമുക്ക് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും സെപ്പറേറ്റ് ചെയ്ത് എഴുതുമ്പോൾ എന്ത് വരും? എക്സ് എ ബൈ എക്സ് സ്ക്വയർഡ് പ്ലസ് വൈ സ്ക്വയർഡ്. നടുക്കത്തെ ചിഹ്നം പ്ലസ് കൊടുക്കുന്നു. പ്ലസ് കഴിഞ്ഞിട്ട് മൈനസ് ഐ വൈ ഡിവൈഡഡ് ബൈ എന്ത് വരും? എക്സ് സ്ക്വയർഡ് പ്ലസ് വൈ സ്ക്വയർഡ് വരും. ഓക്കെ, അപ്പം ഐ ഇല്ലാത്ത പാർട്ടാണ് റിയൽ പാർട്ട്. അപ്പം എക്സ് ബൈ എക്സ് സ്ക്വയർഡ് പ്ലസ് വൈ സ്ക്വയർഡ് റിയൽ പാർട്ടും പിന്നെ ഐ മാറ്റി നിർത്തിയാൽ മൈനസ് വൈ ബൈ എക്സ് സ്ക്വയർഡ് പ്ലസ് വൈ സ്ക്വയർഡ് ഇമാജിനറി പാർട്ടും. അതിനെ നമ്മൾ ഓർഡേഡ് പെയറായിട്ട് എഴുതും. ഈ ഇസഡ് ഇൻവേഴ്സ്, ഈ കിട്ടിയ ഇസഡ് ഇൻവേഴ്സ് ആണ് ഇസഡിന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇസഡ് ഇൻവേഴ്സ് കണ്ടുപിടിച്ച് മനസ്സിലായി. ഈ ഇസഡ് ഇൻവേഴ്സ് ആണ് നമ്മൾ ഇസഡിന്റെ ഇൻവേഴ്സ് ആയിട്ട് എഴുതും. അവിടെ ഇത് ഡിഫൈൻ ചെയ്യണമെങ്കിൽ ഓർക്കുക, ഇസഡ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. ഓക്കെ, അപ്പം ഇത്രയും പ്രോപ്പർട്ടീസ് പഠിച്ചു വെച്ചോളാം. അഡിറ്റീവ് ഐഡന്റിറ്റി, മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി, അഡിറ്റീവ് ഇൻവേഴ്സ്, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്, അതിൻ്റെ കൂടെ ഒരു പ്രോപ്പർട്ടിയാണ് കോംപ്ലക്സ് കോഞ്ചുഗേറ്റ്. അതിനെ നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് കോംപ്ലക്സ് നമ്പറിന്റെ ഡിവിഷൻ പഠിക്കുന്നിടത്ത് പഠിക്കും. അന്നേരം കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ ബേസ് ചെയ്ത് കുറച്ച് എക്സസൈസ് പ്രോബ്ലംസ് ആണ്, അത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.